അപ്പോ ഡോക്ടേഴ്സ് ഇത് ഇത്രയും കാലമായിട്ട് നമ്മുടെ മേത്ത് ഉണ്ടായിരുന്നു, അതുപോലെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു ടൈപ്പ് ആണ്, എന്താ സ്പ്രെഡ് ആവായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു. അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ടായിരുന്നു മുഴ. 2 വർഷമായിരുന്നിട്ടും എങ്ങോട്ടും സ്പ്രെഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിക്കൊന്നും വരില്ലേക്ക്, കെട്ടിക്കഴിഞ്ഞാൽ മതി, അത്രയല്ലേ നമ്മൾ പറയുള്ളൂ. അപ്പൊ മൊത്തത്തിൽ കല്യാണം കഴിച്ച ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ബാംഗ്ലൂർ പോയതാണ്. വീണ്ടും നമുക്ക് നാട്ടിക്കാൻ വരുന്നത്. നിങ്ങളുടെ വീട് തമ്മിൽ എങ്ങനെയാ, നല്ല ദൂരം ഉണ്ടോ അതോ? വളരെ ദൂരം, ഒരു 50 കിലോമീറ്റർ. അതെ. എന്റെ ചങ്ങരംകുളം വെള്ള ചേലക്കര. ചേലക്കര എന്ന് പറയുമ്പോ തൃശ്ശൂര് പാലക്കാട് ബോർഡർ, ഞാൻ മലപ്പുറം തൃശ്ശൂർ ബോർഡർ. അതെ. ഈ ദൂരം പ്രശ്നം ഉണ്ടായിരുന്നോ? അതൊന്നും പ്രശ്നമില്ല. എവിടെയെങ്കിലും കല്യാണം അങ്ങനെയല്ല പറയാ, കെട്ടിക്കഴിഞ്ഞാൽ വീട്ടിക്കൊന്നും വരില്ലേക്ക്, കെട്ടിക്കഴിഞ്ഞാൽ മതി, അത്രയല്ലേ നമ്മൾ പറയുള്ളൂ. അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴാണല്ലോ ദൂരം നമുക്കൊരു പ്രശ്നമായി മാറി. ഇപ്പൊ കുറച്ച് പ്രശ്നമാണ്, നമുക്ക് നിക്കാൻ പോകാൻ തോന്നുകയാണെങ്കിലും ഒക്കെ അത്യാവശ്യം ട്രാവൽ ചെയ്ത കാര്യാലേക്കുമ്പോ ദൈവമേ. ഇവളുള്ള സമയത്ത് കുഴപ്പമില്ല, അതായത് ഈ ഒരു ട്രീറ്റ്മെന്റ് വരുന്നവരെ ഉണ്ടാക്കും വരും. എല്ലാ സമയത്ത് ഇപ്പൊ ഓനായിട്ട് പോകാനും പറ്റില്ലല്ലോ. ബസ് കയറി പോവാന്നുള്ളത് ഭയങ്കര 3 ബസ് കയറാൻ എത്തണമെങ്കിൽ. അപ്പൊ പോക്ക് കുറവാണ്. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് തന്നെ വീട്ടിലുള്ള പോക്കും കുറവാണ്. ഋത്വാന്റെ ഫാമിലിയിൽ എങ്ങനെയാണ് ചെന്ന് കയറിയതിന് ശേഷം, അതായത് എങ്ങനെയുണ്ട് ഋത്വാന്റെ ഫാമിലിയുടെ സപ്പോർട്ടും കാര്യങ്ങളും? വളരെ നല്ല സപ്പോർട്ടാണ്. അതിന് മോശം പറയാൻ മാത്രമൊന്നും ഇല്ല, നല്ല സപ്പോർട്ടാണ് എല്ലാവരും. ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. താത്തയുള്ളത്, താത്തയും ഞങ്ങളും ഭയങ്കര കമ്പനി തന്നെയാണ്, ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ക്യാൻസർ എന്ന് പറയുന്ന കാര്യം വരുന്നത്? ക്യാൻസർ എന്ന് പറയുമ്പോ എനിക്കിപ്പോ അറിഞ്ഞിട്ട് ഏകദേശം ഒരു 4-5 മാസമായി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ പറഞ്ഞല്ലോ, ഒരു 4 മാസം മുന്നേ ഇതെന്താ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി കുറെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റാർട്ടിങ് തൊട്ടേ ഉമ്മാക്ക് ഫസ്റ്റ് ഒരു സ്ട്രോക്ക് വന്ന് അങ്ങനെ കുറച്ച് ഹോസ്പിറ്റലായിരുന്നു. അത് സ്ട്രോക്കിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് പിന്നെ ക്ഷീണമൊക്കെ മാറി വരുമ്പോഴാണ് ഉമ്മാക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് കൊണ്ട് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തിൽ കല്യാണം കഴിച്ച ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒന്ന് ക്ഷീണം മാറ്റാൻ വേണ്ടി ബാംഗ്ലൂർ പോയതാണ്. വീണ്ടും നമുക്ക് നാട്ടിക്കാൻ വരുന്നത്. നിങ്ങള് കഫേ സ്റ്റാർട്ട് ചെയ്തത് ബാംഗ്ലൂരായിരുന്നു. ഓക്കെ, അതെന്താണ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുക്കാൻ കാര്യം? ഇല്ല, ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങള് ഇപ്പൊ ബാംഗ്ലൂർക്ക് ഇതുപോലെ സത്യം പറഞ്ഞാൽ ഞങ്ങള് ഒപ്റ്റോമെട്രിയെല്ലാം പഠിച്ചു. അപ്പൊ അത് ഇനി ഇത് മുന്നോട്ട് അതായിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ ശങ്കരായി ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടെ കുറച്ചാണ് നിന്നുള്ളൂ. പിന്നെ അവിടുന്ന് ഇതുപോലെ എന്തെങ്കിലും ഇപ്പൊ സ്വന്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്, ബിസിനസ് എന്നുള്ള സമയത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ജസ്റ്റ് കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു 3 മാസമായിട്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഓപ്പൺ ആക്കിയിട്ട്. അപ്പോഴത്തേനും ഇതുപോലെ ഈ സാധനം വന്ന് നാട്ടിലായി, ട്രീറ്റ്മെന്റിന്റെ പിന്നാലെ. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, ബാംഗ്ലൂർക്ക് പോയിട്ടില്ല. ജസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാൻ വേണ്ടി ഒന്ന് പോയി. ആ സർജറിയുടെ മുന്നേ സർജറി ഉണ്ടായിരുന്നു. എനിക്ക് ഇത് റിമൂവ് ചെയ്ത് നോക്കേണ്ടി വന്നു അവസാനം. ഇത് കൺഫേം ചെയ്യാൻ പറ്റാതെ ആ മുഴ റിമൂവ് ചെയ്ത് നോക്കേണ്ടി വന്നു. ശരിക്കും റിമൂവിന്റെ ആവശ്യമില്ല അത്ര, അത് ഈ ട്രീറ്റ്മെന്റിലൂടെ അത് ചെറുതായി പോകുന്നതാണ് പറയാ. പക്ഷെ അത് മൊത്തമായിട്ട് റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടി ബയോപ്സി ചെയ്ത് പിന്നെ HCL എന്തൊരു IHC ടെസ്റ്റ് കൂടി ചെയ്ത്, അതും മാക്സിമം എന്താണ് ചെയ്യാൻ പറ്റുക അത്രയും സ്ലിറ്റ് വെച്ച് ചെയ്തിട്ടും മനസ്സിലായില്ല. സ്ലൈഡ് ടെസ്റ്റ് ആണ് അത്. അപ്പൊ അത് ഒരു സ്ലൈഡിന് തന്നെ ഏകദേശം ഒരു 1500 അടുത്ത് വരും. അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഒരു 17-18ഓളം ചെയ്യേണ്ടി വന്നു ഫസ്റ്റ്. എന്നിട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏതാന്നല്ല. എന്നിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അത്രയും നോക്കിയിട്ടും പറ്റാതെ, അതായത് കാരണം ഇത് അത്യാവശ്യം നല്ല വലുതായിട്ടുണ്ടായിരുന്നു മുഴ. 2 വർഷമായിരുന്നിട്ടും എങ്ങോട്ടും സ്പ്രെഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് പ്രൈമറി ആയിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ, സെക്കൻഡറി ആയിട്ടാണോ ഇത് വന്നേന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 4-5 ബയോപ്സി. ഇതിപ്പം ഈ മുഴ എന്ന് പറയുന്നത് കുറെ നാൾ മുമ്പേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പറഞ്ഞ പോലെ കുറച്ച് അധികം ഉമ്മാടെ ട്രീറ്റ്മെന്റ് നടക്കുമ്പോണ്ട്. അപ്പൊ ഉമ്മാടെ ട്രീറ്റ്മെന്റ് നടക്കുന്നോണ്ട് തന്നെ ഞാനത് പിന്നെ നമുക്ക് ചെറിയൊരു മുഴയായിരുന്നു, അത്ര വലിയ മുഴ ഒന്നല്ലായിരുന്നു. പിന്നെ ട്രീറ്റ്മെന്റ് പിന്നാലെ പോവുകയും ചെയ്ത് പിന്നെ അതിന്റെ ശേഷം ബാംഗ്ലൂർക്ക് പോയി. അപ്പോഴൊക്കെ അത് അത്രയും ചെറുതന്നെ ഉള്ളൂ. അപ്പൊ പറഞ്ഞല്ലോ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഞാൻ അത് വലിയ പെയിൻ ഇല്ല, പെയിൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ട് കാണിക്കും. പെയിൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വെച്ച്. അപ്പോ ഡോക്ടേഴ്സ് ഇത് ഇത്രയും കാലമായിട്ട് നമ്മുടെ മേത്ത് ഉണ്ടായിരുന്നു, അതുപോലെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു ടൈപ്പ് ആണ്, എന്താ സ്പ്രെഡ് ആവായിരുന്നു എന്നുള്ളൊരു ഇതായിരുന്നു. ഇതുപോലെ പെറ്റ് സ്കാൻ എടുത്തപ്പോ സ്പ്രെഡ് ഒന്നും കണ്ടില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ല. അപ്പൊ അതായിരുന്നു പ്രശ്നം. അവർക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ളത്. ഇത് മനസ്സിലാവണ്ടേ ഇത് ഇന്ന ടൈപ്പ് തന്നെയാണ് എന്നുള്ളത്. RCC ചെന്നപ്പോഴും ഈ ഗംഗാധരൻ ഡോക്ടർ ചെന്നപ്പോഴാണ് ഇത് തന്നെയാണ്, ഇതാണുള്ള ട്രീറ്റ്മെന്റ്. അതുപോലെ ഇത് സ്പ്രെഡ് ബോൺ മേരോക്ക് സ്പ്രെഡ് ഉണ്ടാവില്ല, അതുകൊണ്ട് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരില്ല എന്ന് പറഞ്ഞു. ഒരു തുടക്കം റിപ്പോർട്ട് കണ്ടപ്പോ തന്നെ പറഞ്ഞു.
അപ്പോൾ അത് ആ ട്രീറ്റ്മെന്റിന് അതുപോലെ ബോൺ മാരോ എടുത്തിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റും ചെയ്ത് അതിൽ പോസിറ്റീവ് ഒന്നല്ലായിരുന്നു, നെഗറ്റീവ് ആയിരുന്നു. അതെ.